ഇന്ന് 2026 ആഗസ്റ്റ് 15. ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയിട്ട് 80 വർഷങ്ങൾ. സ്റ്റാറ്റസുകളിലും സ്റ്റോറികളിലും നിറഞ്ഞു നിൽക്കുന്ന ആശംസകൾ. എന്നാൽ എന്നെ അതിശയിപ്പിച്ചതും അതിലേറെ ചിന്തിപ്പിച്ചതും ഇനിയും നേരം പുലരാത്ത ചില മനുഷ്യരുടെ ഇരുണ്ട ചിന്താഗതിയാണ്. ഞാനിത് പറയുമ്പോൾ ഒരുപക്ഷെ എന്നെ കുറ്റപ്പെടുത്തിയേക്കാം. പക്ഷേ പറഞ്ഞില്ലെങ്കിൽ എനിക്കും അവർക്കും വ്യത്യാസമില്ലാതാകും. നമ്മുടെ മഹാന്മാർ ചിന്തിയ രക്തത്തിന് വിലയില്ലാതാകും. ഇന്ത്യ എന്ന രാജ്യം വേരൂന്നി നിൽക്കുന്ന ഒരു പ്രധാന ഘടകമുണ്ട്: നാനാത്വത്തിൽ ഏകത്വം. പുരോഗമനത്തെക്കുറിച്ച് ഘോരഘോരം പ്രസംഗിക്കുന്ന, വിദ്യാസമ്പന്നർ എന്ന് സ്വയം വിശേഷിപ്പിക്കുന്ന ഒരു പറ്റം ആളുകൾക്ക് ഇപ്പോഴും അതിനെക്കുറിച്ച് വലിയ അറിവൊന്നുമില്ല എന്നോർക്കുമ്പോൾ ഒരുപാട് വിഷമം തോന്നുന്നു. നിങ്ങളുടെ സ്റ്റാറ്റസുകളിലും സ്റ്റോറികളിലും ത്രിവർണ പതാക ഏന്തിയ യേശുവും കൃഷ്ണനും മുസ്ലിം വാക്യങ്ങളും നിറയ്ക്കുന്നത് കൊണ്ട് നിങ്ങൾ എന്താണ് അർത്ഥമാക്കുന്നത്? ഞാനൊരു ഇന്ത്യക്കാരിയാണ്. അതുകൊണ്ട് തന്നെ എല്ലാ മതങ്ങളെയും മതക്കാരെയും ബഹുമാനിക്കാനും എനിക്കറിയാം. പക്ഷേ ഇന്ത്യയുടെ അതിപ്രധാനമായ ഈ ദിനം അതിലും മതത്തെ വലിച്ചിഴക്കരുത്. മതവും ജാതിയും നോക്കിയല്ല നമ്മുടെ മഹാന്മാർ നമുക്ക് സ്വാതന്ത്ര്യം വാങ്ങി തന്നത്. അവരത് നോക്കിയിരുന്നെങ്കിൽ ഇന്നും നമ്മൾ അടിമകളായി തന്നെ ഇരിക്കുമായിരുന്നു. നിങ്ങൾക്കാർക്കും ഇത്ര സ്വാതന്ത്ര്യത്തോടെ നിങ്ങളുടെ മതങ്ങളെ സ്നേഹിക്കാൻ കഴിയില്ലായിരുന്നു. അതുകൊണ്ട് ഈ ഒരു ദിനം അത് നമ്മുടെ ഇന്ത്യക്കായി, നമ്മുടെ സ്വാതന്ത്ര്യത്തിനായി പോരാടി ജീവൻ ബലിയർപ്പിച്ച നമ്മുടെ ധീര ദേശാഭിമാനികൾക്കായി സമർപ്പിക്കൂ. അവരുടെ ത്യാഗത്തെ മറക്കാതിരിക്കൂ.